സകല ദൈവങ്ങളും ഒന്നിച്ചു നിന്നാലും അവരെ തീർത്തേ പറ്റൂ. അവരാ ക്ഷേത്ര പരിസരത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ അതിരാവിലെ എൻ്റെ ഒരു കൂട്ടാളിയെ വിട്ടിരുന്നു. അവരവിടെ തന്നെ ഉണ്ടെന്ന് അവൻ വ്യക്തമായിട്ട് പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. അവരെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. മാഡം, വെട്ടിമാറ്റേണ്ടത് വെട്ടിമാറ്റിയേ പറ്റൂ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷീണം മാറിയോ? കുഴപ്പമൊന്നുമില്ലേ? നമുക്ക് പോയാലോ മോളെ? എവിടേക്ക്? എവിടേക്കെന്ന് അറിയില്ല, എന്നാലും പോവാം. അമ്മ വാ. എവിടേക്കാ? ഞങ്ങൾ പോവാ. പോകാൻ വരട്ടെ. അന്നദാനമുണ്ട്. സമ്പന്നനായ ഒരാള് അയാളുടെ ഭാര്യയുടെ നാഗദോഷം തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാ. എങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോയാലോ അമ്മേ? ആയിക്കോട്ടെ. നന്നായി. നിങ്ങള് ഊട്ടുപുരയിലേക്ക് വന്നോളൂ. കഴിച്ചിട്ട് നമുക്ക് നടക്കാം അമ്മേ. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലല്ലോ. എത്രയും നേരം ഇവിടെ ഇരിക്കുന്നോ അത്രയും ആശ്വാസം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അന്നദാനം തുടങ്ങാറായി എന്നല്ലേ പറഞ്ഞേ? വാ അമ്മേ. വാ മക്കളെ. ഇരിക്കേ. മതി. അമ്മേ, അങ്ങോട്ടേക്ക് പോയിരിക്കാം. വാ. ഇരിക്കമ്മേ. തിരുമേനി, നാഗഭയമുള്ള ആൾക്ക് വേണ്ടി പ്രത്യേകം പൂജകൾ നടത്തിയതിന്റെ പ്രസാദ. ഇത് ആ കുട്ടിക്ക് കൊടുക്കുന്നതോടെ നാഗഭയം പരിപൂർണമായിട്ട് ഇല്ലാണ്ടാവും. കൊണ്ടുപോയി കൊടുത്തോളൂ. ശരി. കുട്ടി, ഇത് കഴിച്ചോളൂ. പ്രത്യേകം പൂജ ചെയ്ത പ്രസാദമാ. കഴിച്ചോളൂ. കഴിച്ചോ മോളെ.
വഴിപാടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ലതല്ലേ, എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കണ്ടാ മതി. മോള് കഴിച്ചോ? മോളെ, മോളെ, എന്താ എന്താ എന്തായി കാണിക്കുന്നേ? ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നേ? പ്രത്യേകിച്ചും അന്നദാനത്തിന് വന്നിരിക്കുമ്പോ. ആ ഞാൻ കഴിച്ചോളാം. അതെ, ഇവിടെ കുറച്ച് മോര്. ഇവിടെ തന്നെ, ഇവിടെ കുറച്ച് മോര് വേണമായിരുന്നു. പോയിച്ചോട്ടെ. അമ്മേ, എഴുന്നേക്കാം. ഗാദി എന്താ ഇവിടെ? ഹാ, അതെനിക്ക് നിന്നോടടി ചോദിക്കാനുള്ളത്. എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാ. നവീനും ഞാനും ഇന്നിവിടെ പൂജ നടത്താൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അതേ ദിവസം തന്നെ നിനക്കും ഇവിടെ വന്ന് തൊഴണം അല്ലേ? നിങ്ങളിവിടെ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ദേ, എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത്. ഇപ്പൊ രണ്ടുപേരും കൂടെ കേറിയിരുന്ന് മൂക്കുമുട്ടെ തിന്നല്ലോ.